ഹായ് ഹലോ. അപ്പം ഇന്നത്തെ സത്യത്തിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നോ അല്ലെങ്കിൽ ഒരു വലിയൊരു ട്രാവൽ എന്നോ ഒക്കെ പറയത്തക്ക വിധത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നിരഞ്ജനയുടെ ശ്രീവല്ലിപുത്തൂരിലുള്ള കോളേജിലേക്ക് നിരഞ്ജനയെ കൊണ്ടാക്കിയിട്ട് അതുവഴി എനിക്ക് തൂത്തുക്കുടിക്ക് പോകണം കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ബസ്സിൽ അവിടം വരെ പോകാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങളുടെ ചാത്തന്നൂർ ഞങ്ങളുടെ വീടിനടുക്കുള്ള സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് ഒറ്റ ബസ്സുണ്ട് കൊട്ടാരക്കര. അങ്ങനെ ഞങ്ങൾ 7 മണിയായപ്പോൾ 7:15 ആയപ്പോൾ നമ്മൾ ബസ്സിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 7:30ക്കാണ് ബസ്. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പിലേക്ക് പോയി. അപ്പം ഞങ്ങളുടെ കയ്യിൽ നല്ല ലഗേജൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ആയിരുന്നു. കാരണം നിരഞ്ജനയുടെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കീർത്തനയുടെ PhDയുടെ കുറച്ച് സ്പൈറൽ ചെയ്ത കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് നല്ല ലഗേജ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇരിക്കുകയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഞാനും നെഞ്ചൂസും ഇറങ്ങിയത്. അപ്പം എനിക്ക് കുറച്ച് ഗുളികയൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരുന്ന കുറച്ച് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അതെടുത്ത് കഴിച്ചിട്ട് ഗുളിക കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. കൊട്ടാരക്കര KSRTCയുടെ മുമ്പിൽ നമുക്ക് ബസ് നിർത്തി തന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ലഗേജുമായിട്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ട് നടക്കേണ്ടി വന്നില്ല. അപ്പം നിരഞ്ജനയുടെ ശ്രീവല്ലിപുത്തൂരിലെ റൂംമേറ്റ്സ് രണ്ടുപേരും മലയാളികളാണ്. അപ്പം അതിലൊരാളിൻ്റെ അമ്മ കുറച്ച് സ്നാക്സും സംഭവമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അതും കൂടെ വാങ്ങിയിട്ട് വേണമായിരുന്നു വരാനായിട്ട്. അങ്ങനെ നിരഞ്ജന പോയി ആ കുട്ടിയുടെ അമ്മയെ കണ്ടു, സാധനമൊക്കെ കൈമാറി കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം ഇരുന്നെങ്കിലും ഞങ്ങൾക്ക് ബസ്സൊന്നും വന്നില്ല. തെങ്കാശിയിലോട്ടുള്ള ബസ്സിലാണ് ഞങ്ങൾക്ക് ആദ്യം കയറേണ്ടത്. അങ്ങനെ ഞങ്ങളൊരു പുനലൂർ ബസ് കയറി ഞങ്ങൾ പുനലൂരോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പുനലൂരും വന്ന് ഞങ്ങൾ കുറച്ച് സമയം ബസ് കാത്ത് നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് തെങ്കാശിയിലേക്കുള്ള ബസ് കിട്ടിയത് കേട്ടോ. അങ്ങനെ ബസ് കയറി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ തെങ്കാശിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ പോണ വഴി എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നമ്മൾ എപ്പോഴും ബസ്സിലായിരുന്നു. എത്രയോ വർഷങ്ങളോളം ബസ്സിലും സ്കൂട്ടറിലും ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്കൂട്ടറിൽ പോണ സമയത്തായാലും ബസ്സിൽ പോണ സമയത്തായാലും നമുക്ക് ഈ ഒരു തെങ്കാശി വരെ ഈ റൂട്ടെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു കാണാപ്പാടമുള്ള ഒരു റൂട്ടാണ് കേട്ടോ. എപ്പോഴും പോകുന്നില്ല. അതിനകത്ത് ഒരു ഇഞ്ച് സ്ഥലം വരെ നമുക്ക് നല്ല പരിചയമാണ് കേട്ടോ. അതിനങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും. അതിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ആ ഒരു പള്ളിയുടെ അടുക്ക് വരുമ്പോൾ എപ്പോഴും നല്ല അത്തറിൻ്റെ മണം അടിക്കുന്ന ഒരു പള്ളിയുണ്ട്. പിന്നെ ആ റോഡിൻ്റെ മധ്യത്തൊരു ഗട്ടറുണ്ട്. അപ്പം ഞാൻ സ്കൂട്ടറിൽ വരുന്ന സമയത്ത് ഒരിക്കൽ രാത്രിയിലായിരുന്നു, ഒരു 8-8:30 മണിയൊക്കെ ആയി കാണും. അപ്പം വരുന്ന സമയത്ത് എൻ്റെ സ്കൂട്ടർ ആ ഗട്ടറിൽ വീണ് ഞാൻ തെറിക്കേണ്ട ആ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉറച്ച് കരഞ്ഞിട്ടുണ്ട് അതിനകത്തിരുന്ന്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ നമുക്കിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ പള്ളി ഇതാ ഈ ഒരു സ്ഥലത്താണ്, ഒറ്റക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം കുറേ പേർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കുക ഈ ഒറ്റക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു പള്ളി. അപ്പം നമുക്ക് ഇതിൻ്റെ മുമ്പിലെത്തുമ്പോൾ എപ്പോഴും ഇങ്ങനെ അത്തറിൻ്റെ മണം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെയാണ് പോകണമെങ്കിൽ നമുക്ക് അവിടെ എത്തുമ്പോൾ ഇല്ല പള്ളിയുടെ മുമ്പിൽ എത്തിയെന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു കരുതൽ കാണും കേട്ടോ. അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ നമുക്കിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഒരിക്കൽ ഞാനും കീർത്തനയും കൂടി ഒരു മഴയത്ത് ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ സ്കൂട്ടറിൽ വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു കറണ്ട് കമ്പി പൊട്ടി വീണു കേട്ടോ. ഞങ്ങളെ മുമ്പിലായിട്ട് പെട്ടെന്ന് പൊട്ടി വീണു കേട്ടോ. പിന്നെ അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു. ഞങ്ങൾക്ക് പോകാമോ വരാമോ ഒന്നൊന്നും അറിയൂടാതെ ഞങ്ങൾ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. വെയിറ്റ് ചെയ്തപ്പോൾ വണ്ടികളൊക്കെ ചെറുപറയെ പോകുന്നു. അപ്പോൾ അവർക്കൊന്നും ഒരു കുഴപ്പമില്ലേ, അപ്പം നമ്മൾ മാത്രമാണോ ഇവിടെ നിന്നതെന്നും പറഞ്ഞു പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും കേട്ടോ. ഓരോ യാത്രയും ഓരോരോ അനുഭവങ്ങളാണ് കേട്ടോ. അപ്പം പണ്ടത്തെ ഓരോരോ കാര്യങ്ങളും നമ്മളിങ്ങനെ അയവിറക്കി ഇറക്കിയാണ് കേട്ടോ നമ്മളിങ്ങനെ ബസ്സിലിരുന്ന് പോകുന്നത്. അതുപോലെ തന്നെ തെന്മലയിൽ കൂടെ പോകുന്ന ഈ ഒരു സംഭവം സത്യം പറഞ്ഞാൽ ഇതൊന്നും എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന സന്ദർഭങ്ങളല്ല. കാരണം ഭയങ്കര അത്രയും ഭംഗിയുള്ളൊരു ഏരിയയിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ റോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം തെന്മല ഡാമിൻ്റെ റൂട്ടാണ് കേട്ടോ ഇത്. അപ്പം എക്കോ ടൂറിസവും കാര്യങ്ങളും എല്ലാം ഈ ഒരു റൂട്ടിലാണുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ആ നേരെ കാണുന്നത് തെന്മല ഡാമിൻ്റെ ആ ഒരു എൻട്രൻസ് ആണ് കേട്ടോ. അതുപോലെ ഈ കാണുന്നതെല്ലാം തെന്മലയിലുള്ള വളരെ ഡേഞ്ചറായിട്ടുള്ള കർവ്സുകളാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ വളവുകളൊക്കെ പണ്ട് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് തുടക്ക സമയത്തൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അത് കീർത്തനയും കൊണ്ട് വരുന്ന സമയത്തായാലും ഒക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലാവും ആളുകളൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ റോഡ് കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല എന്നൊക്കെ മനസ്സിലായതിന് ശേഷം നമുക്ക് ഒട്ടും ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ അനുഭവങ്ങളാണ് നമ്മൾ ഓരോന്നും പഠിപ്പിക്കുന്നത്. നമ്മളെന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്നുള്ളത് പിന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ വെറുതെ പേടിച്ച് കുറേ ആയുസ്സുകളിൻ്റെ പകുതിയും കളയുന്നത് അല്ലേ.
ഓക്കെ. അപ്പം നമ്മളിങ്ങനെ പോയി നമ്മൾ ഏകദേശം നമ്മളുടെ തെന്മലയെല്ലാം കഴിഞ്ഞു. തെന്മല കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ 13.5 കിണർ പാലം അതും ഇതും എല്ലാം കഴിഞ്ഞു. നമ്മൾ എസ് വളവും കഴിഞ്ഞ് നമ്മൾ തെങ്കാശിയിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തെങ്കാശിയിലെത്തിയപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് ശ്രീവില്ലിപുത്തൂരിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള ശരവണ വെജിറ്റേറിയൻ ഹോട്ടലാണ് കയറിയത്. അപ്പം ഞങ്ങൾ ഊണാണ് കഴിച്ചത് കേട്ടോ. വലിയ കുഴപ്പമില്ലായിരുന്നു, തെറ്റില്ലാത്ത നല്ല ചൂടോട് കൂടിയുള്ള ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് സ്റ്റാൻഡിൽ വന്ന് ഒരു മധുര ബസ്സിൽ കയറിയിരുന്നു. അപ്പം അത് ശ്രീവില്ലിപുത്തൂർ വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാൻ വല്ലാതെ ക്ഷീണിച്ചു കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ടങ്ങ് ക്ഷീണിച്ചു. അങ്ങനെ ഞാൻ ഉറങ്ങുകയൊക്കെ ചെയ്തതിന് ശേഷമൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ രാജപാളയമൊക്കെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 2-2.5 മണിക്കൂർ എടുത്തു കേട്ടോ. അത്രയും ദൂരമുണ്ട് കേട്ടോ. രാജപാളയം വരെ ഏകദേശം എനിക്ക് തോന്നുന്നു 56 കിലോമീറ്റർ അത് അല്ലെങ്കിൽ 60 കിലോമീറ്റർ. അപ്പോൾ അത്രയും ദൂരമുണ്ട് കേട്ടോ. രാജപാളയത്ത് 10-15 മിനിറ്റ് അവർ റെസ്റ്റ് എടുത്തിട്ടാണ് വീണ്ടും ബസ് പുറപ്പെട്ടത്. പിന്നെ നമ്മൾ ശ്രീവില്ലിപുത്തൂർ എത്തിയപ്പോഴത്തേക്ക് ബസ്സുകാർ പറഞ്ഞു അവർ മധുര റൂട്ടിലാണ് ഈ കോളേജ്, പക്ഷേ ഈ കോളേജ് ജംഗ്ഷനിൽ അവർ നിർത്തത്തില്ല, അവർക്ക് അവിടെ സ്റ്റോപ്പില്ല. അപ്പം അതിനപ്പുറം 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കൃഷ്ണൻകോവിൽ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട്, അപ്പോൾ അവിടെ നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൃഷ്ണൻകോവിൽ ഇറങ്ങിയിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചാണ് കേട്ടോ കോളേജിലേക്ക് പോയത്. അപ്പം നമ്മൾ പോയ ബസ്സായാലും നമ്മളുടെ ഈ ഓട്ടോ ഒക്കെ ആയാലും ആളുകളെല്ലാം ഭയങ്കര ദേഷ്യക്കാരാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവരങ്ങ് ഭയങ്കരമായിട്ട് റൈസ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം അവർക്ക് മനസ്സിലാവത്തില്ല, അവർ പറയുന്നത് കട്ടത്തമിഴ് നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. അപ്പം ഇതിനിടയ്ക്ക് നിരഞ്ജനെ 2-3 പ്രാവശ്യം മലയാളത്തിൽ റൈസ് ചെയ്തു കേട്ടോ. അപ്പം അതെന്താണെന്ന് അവർക്കും മനസ്സിലായി കാണത്തില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കോളേജിൻ്റെ മുമ്പിലേക്ക് വന്നിറങ്ങി. ഇനി കോളേജിൻ്റെ കാര്യമാണെങ്കിൽ നിരഞ്ജന 2-3 ദിവസത്തിന് മുമ്പ് ലീവ് എടുത്ത് പോയതാണ്. ആ ലീവ് എടുത്ത ആ ഡേറ്റ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഡേറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഇന്നാവുന്ന ആ ഒരു ഡേറ്റിലേക്ക് അവർക്ക് എഴുതാനായിട്ട്. അപ്പം അതും ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ആണ് നമ്മൾ കോളേജിലോട്ട് കയറിയത്. അപ്പം കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളും അത്ര നമുക്ക് ശരിയാവാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കോളേജിന്. അപ്പം അതുകൊണ്ട് അവിടെ തുടരുമോ ഇല്ലയെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല, അറിയത്തില്ല. നിരഞ്ജനയ്ക്ക് അവിടെ കംഫർട്ടെന്ന് തോന്നിയാൽ മാത്രമേ നിരഞ്ജന നിൽക്കത്തുള്ളൂ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നിരഞ്ജനയുടെ റൂമിലേക്ക് പോയി. അപ്പം ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ഫാക്കൽറ്റിയുടെ അമ്മ കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടില്ലേ, അപ്പം അത് പെട്ടെന്ന് തന്നെ അതൊരു ഓപ്പൺ ചെയ്യുകയാണ്. കാരണം എന്താണ് തിന്നാൻ തന്നേക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറേ സ്നാക്സ്, പഞ്ചസാര, തേയില ഇതെല്ലാം ഉണ്ട് കേട്ടോ അവർക്ക്. ചായയോ കാപ്പിയോ ഇട്ട് കുടിക്കാനായിട്ട്. പിന്നെ 2 കുപ്പി നിറച്ചും ഉപ്പിലിട്ട മാങ്ങയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ അതൊക്കെ കുറച്ച് കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. പിന്നെ അവർ എൻ്റെ കൂടെ കുറച്ച് ദൂരം വന്നു ബസ് കയറ്റാനായിട്ട്. അവർക്ക് പുറത്തോട്ട് ഇറങ്ങാനൊക്കത്തില്ല, ഗേറ്റിൻ്റെ അടുക്ക് അവർ വന്നു. അപ്പം ഞങ്ങൾ അതിനിടയ്ക്ക് അവിടുത്തെ ഒരു ക്യാൻറ്റീനുണ്ട് കേട്ടോ. അപ്പം അവിടെ അത്യാവശ്യം ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ അവിടെ കയറി ഒരു ഐസ്ക്രീം എല്ലാം കുടിച്ചിട്ടാണ് കേട്ടോ പിരിഞ്ഞത്. അപ്പം അവർ ഇവിടം വരെ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് പോയി നിന്നാൽ എനിക്ക് ബസ് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഇനി ശ്രീവില്ലിപുത്തൂരിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് എനിക്ക് കോവിൽപ്പട്ടി ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് എനിക്ക് തൂത്തുക്കുടി ബസ് കയറണം കേട്ടോ. അപ്പം അങ്ങനെയാണ് എൻ്റെ ജേണി. പക്ഷേ ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് ആകെ ടെൻഷനൊക്കെ ഉണ്ട്. ഇതിനകത്ത് എനിക്ക് കോവിൽപ്പട്ടി വായിക്കാനറിയാം, തൂത്തുക്കുടി വായിക്കാനറിയാം. അപ്പോൾ ഇതൊക്കെ പിന്നെ എനിക്ക് ശിവകാശി വായിക്കാനറിയാം. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വായിച്ചാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നപ്പോൾ നല്ല തിരക്കുള്ളൊരു ബസ് വന്നു. അതിനകത്ത് കയറി എങ്ങനെയെങ്കിലും നിന്ന് ഞാൻ ശ്രീവില്ലിപുത്തൂരിലേക്ക് വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കോവിൽപ്പട്ടി ബസ്സിൽ വേണം കയറാനായിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കോവിൽപ്പട്ടി ബസ് വന്നു. ഞാൻ കയറുകയാണ്. വലിയ തിരക്കൊന്നുമില്ല. അന്നേരം കയറി നമുക്ക് ഇഷ്ടമുള്ള സീറ്റിലേക്ക് ഇരിക്കുക. അങ്ങനെ ഞാൻ ഇപ്പുറത്തെ സൈഡ് സീറ്റിലേക്ക് വന്നിരുന്നു. അപ്പം ഇനി റെസ്റ്റാണ്. കോവിൽപ്പട്ടിയിലേക്ക് എന്തായാലും ഒരു 2-2.5 മണിക്കൂർ കാണും അതിന് വിചാരിക്കുകയാണ്. അപ്പം ഒന്ന് ഉറങ്ങാനൊക്കെ സമയമുണ്ട് കേട്ടോ. അങ്ങനെ ഉറങ്ങിയും ഉണർന്നും പാട്ട് കേട്ടും പാട്ട് കണ്ടും എല്ലാം ഒക്കെ ചെയ്ത് നമ്മൾ സാത്തൂറും ശിവകാശിയും എല്ലാം പിന്നിട്ട് നമ്മൾ കോവിൽപ്പട്ടിയിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നോക്കിയേ, ഇപ്പം തന്നെ അങ്ങ് സന്ധ്യയായില്ലേ. അപ്പം നമ്മൾ ഏകദേശം 4 മണിക്കാണ് അവിടെ നിന്ന് ബസ് കയറിയത്. 5, 6, 6:30 മണിയോളം ഒക്കെ ആവാറായിട്ടുണ്ട്. ഏകദേശം 2.5 മണിക്കൂർ എടുത്തിട്ടുണ്ട് നമ്മൾ കോവിൽപ്പട്ടി എത്താൻ പോവുകയാണ്. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറും. ഇനി അവിടുന്ന് നമുക്ക് തൂത്തുക്കുടി ബസ് എപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല. അതും ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ ബസ് കിട്ടിയാൽ. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി നടന്നിട്ട് അപ്പോഴേക്കും ഒരു തൂത്തുക്കുടി ബസ് വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ കയറി, പക്ഷേ എനിക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. അപ്പം ലാസ്റ്റ് ജേണി ആരംഭിക്കുകയാണ്. അപ്പം ഇവിടുന്ന് നമുക്ക് ഏകദേശം 2 മണിക്കൂറോളം നമുക്ക് തൂത്തുക്കുടിയിലേക്ക് പോകാനായിട്ട് എടുക്കും. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്.
അപ്പോൾ ഏകദേശം തൂത്തുക്കുടി ആവാറായിട്ടുണ്ട്. ദ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. അപ്പം ഞാൻ ഇവിടെ ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇറങ്ങിയിട്ട് നമ്മുടെ അന്നക്കുട്ടിക്ക് ഞാൻ കുറച്ച് ആപ്പിളൊക്കെ വാങ്ങിച്ചു. എന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ എനിക്ക് അവിടുന്ന് ഇപ്പം വന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 8-8:15 ആയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഷെയർ ഓട്ടോ കിട്ടി. അപ്പം ഞാൻ ഈ ഒരു ഷെയർ ഓട്ടോയിൽ കയറി നമ്മുടെ കോളേജിൻ്റെ അടുക്ക്, അതായത് പുതുത്തെരുവ് എന്നുള്ളൊരു സ്റ്റോപ്പിലാണ് വന്ന് ഇറങ്ങാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഷെയർ ഓട്ടോ കയറിയപ്പം കീർത്തനയെ വിളിച്ചിരുന്നില്ല, കാരണം സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. പക്ഷേ കീർത്തന എന്നെ വിളിച്ചു. അപ്പം കീർത്തനയും കുഞ്ഞുങ്ങളും അതാ ഇപ്പോൾ വരും കേട്ടോ. അപ്പം ഞാൻ അനുവിനെ കണ്ട് ഒരുപാട് ദിവസമായി കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് വലിയ മിസ്സിംഗ് ഒന്നും ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കുറേയൊക്കെ കാണിച്ച് അട്രാക്റ്റ് ഒക്കെ ചെയ്ത് എൻ്റെ കൂടെയൊക്കെ വരുത്തണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ജോലികൾ കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് അവൾ എൻ്റെ കൂടെ വരുമെന്നാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ രാവിലെ ഒരു 7:30 തുടങ്ങിയ ആ ഒരു യാത്ര ഇടയ്ക്കൊരു ഹാൾട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും തുടങ്ങിയ ഒരു യാത്ര 8:45 മണിയായപ്പോൾ തീർന്നിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഫുള്ള് യാത്രയായിരുന്നു. ഇതിനകത്തൊരു അരമണിക്കൂർ എടുത്തിട്ടില്ല നിരഞ്ജനയുടെ അവിടെ പോകാനായിട്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ടെറിബിൾ യാത്രകൾ. ഓക്കെ, അപ്പം എല്ലാവരും അങ്ങും ഒക്കെ ആയിപ്പോയതുകൊണ്ട് യാത്രകൾ കുറച്ച് കൂടുതലാണ് ഗെയ്സ്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇടം വരെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.